വെൽക്കം ടു ജിനു വോക്സ്. ഇന്ന് നമ്മൾ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ റാണിപുരം മലയിലേക്കാണ്. കർണാടക അതിർത്തിയിലുള്ള മനോഹരമായ ഈ സ്ഥലത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു ജിനു വോക്സ്. അപ്പോൾ നമ്മളിവിടെ കാസർഗോഡ് റാണിപുരം ഒരു റിസോർട്ടിലാണ്. അപ്പോൾ നമ്മൾ രാത്രിയാണ് ഇവിടെ എത്തിയത്. രാത്രി എത്തി അപ്പം തന്നെ നമ്മൾ പൂളിലേക്ക് ചാടുകയാണ്. നല്ല തണുപ്പുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്ക് ചാടാം, എന്നിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം. ഇപ്പോൾ നമ്മൾ ഇറങ്ങിട്ടോ, തണുപ്പൊന്നുമില്ല, ഐസും കട്ട ഉണ്ട്, അത്രയേ ഉള്ളൂ പറയാൻ. നമ്മൾ ഇതിൻ്റെ ഫുൾ കാഴ്ച നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ നമ്മൾ റാണിപുരം മല കയറാൻ പോവാണ്. അപ്പോൾ വെള്ളവും തൊപ്പിയുള്ള സാധനങ്ങളുണ്ട്. അട്ട ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അട്ട ഉണ്ടോ അല്ലെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ടേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മല കയറാം. ഇവിടുന്നായിട്ട് നമ്മൾ മല നടന്നാണ് കയറുന്നത്. ഇവിടെയാണ് നമ്മളെ പാർക്കിംഗ് സ്പോട്ട്. നമ്മൾ കാർ എവിടെയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. വലിയവർക്ക് 50 റുപ്യ, ചെറിയവർക്ക് 20 റുപ്യയും, പാർക്കിങ്ങിന് 30 രൂപയാണ്. ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. റാണിപുരം എക്കോ ടൂറിസം. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കും. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും സമ്മതിക്കില്ല. അവിടെ പ്ലാസ്റ്റിക് ഓൾറെഡി മാറ്റി വെക്കും കേട്ടോ. പ്ലാസ്റ്റിക് നിരോധമാണ്. കാരണം ഇവിടെ വനമേഖല ആയതുകൊണ്ട് തന്നെ. നടന്ന് കുഴങ്ങി. പക്ഷെ ഇനിയുണ്ട് കുറേ ദൂരം പോകാൻ വേണ്ടിയിട്ട്.
നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലം നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര മുകളിലേക്കാണ് കയറിയത് എന്നുള്ളത്. ട്രക്കിങ്ങിനും താല്പര്യമുള്ള നല്ല മനസ്സോടുകൂടി ആണ് കയറേണ്ട മലയാണിത്. കയറി താഴോട്ട് നോക്കിയാൽ നമ്മൾ അത്ഭുതം കേട്ടോ, നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല നമ്മൾ ഇത്രക്കും കയറിയെന്ന് കേട്ടോ. അത്ര ഇടുങ്ങാറുള്ള കയറ്റുന്നില്ല, നമുക്ക് സമാധാനത്തിൽ സാവധാന കാഴ്ചകളൊക്കെ കണ്ടുപോരാണ് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്പീഡിൽ ജഗഭാവ് കൂട്ടിയിട്ട് പോരാണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ കാലുവേദനയൊക്കെ ഉണ്ടാക്കും. മെല്ലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോന്നാൽ മതി. ആ മല നമുക്ക് എത്തേണ്ടത്. അവിടെ ഒരു കട ഉണ്ട്. അപ്പോൾ ആ കടയിൽ എന്തൊക്കെയാണത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇവിടുത്തെ പൂവൊക്കെ ഞാൻ കൊണ്ടു. നമ്മളിപ്പോൾ കുന്നിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. നല്ല വ്യൂ ഉണ്ട് വരുന്നത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.